നമസ്കാരം. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13-കാരി തസ്മിത് തംസുവിനായുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. കുട്ടി കന്യാകുമാരിയിലുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കുട്ടിയെ കണ്ടെന്ന ഓട്ടോ ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കന്യാകുമാരിയിൽ തമിഴ്നാട് പോലീസിന്റെ വ്യാപക തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ കൂടാൻ ഇടയുള്ള സ്ഥലങ്ങളിലും മറ്റുമാണ് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം കേരള പോലീസും സ്ഥലത്ത് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 13 വയസ്സുകാരി ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസിൽ യാത്ര ചെയ്തത് സംബന്ധിച്ച് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. പാറശാല വരെ കുട്ടി ട്രെയിനിൽ ഉണ്ടായിരുന്നു എന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന് DCP അറിയിച്ചിട്ടുണ്ട്. കുട്ടിയെ കണ്ടത് ബീച്ച് റോഡിന്റെ അടുത്താണെന്നും ഓട്ടോ ഡ്രൈവർ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ബീച്ച് ഭാഗത്തായാണ് തിരച്ചിൽ നടക്കുന്നത്. ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെയാണ് പോലീസിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടിയുടെ ഫോട്ടോ ആളുകളെ കാണിച്ചാണ് പരിശോധന നടത്തുന്നത്. അതേസമയം പെൺകുട്ടിയുടെ ചെന്നൈയിലുള്ള സഹോദരന്റെ വിവരങ്ങൾ തേടി പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളിൽ നിന്ന് ഫോൺ നമ്പർ അടക്കമുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. നിർണായകമായത് ട്രെയിനിൽ ബബിത എന്ന വിദ്യാർത്ഥിനി എടുത്ത ചിത്രം തന്നെയാണ്. നെയ്യാറ്റിൻകരയിൽ വെച്ചാണ് കുട്ടിയുടെ ചിത്രം യാത്രക്കാരി എടുത്തത്. ട്രെയിനിലിരുന്ന കുട്ടി യാത്ര ചെയ്യുന്ന ഫോട്ടോ കുട്ടിയുടെ പിതാവ് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക് കുട്ടി തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിനിൽ കയറിയതായാണ് ബുധനാഴ്ച പുലർച്ചെ 4 മണിയോടെ പോലീസിന് വിവരം ലഭിച്ചത്. ഇതേ ട്രെയിനിൽ കുട്ടിയുടെ എതിർവശത്തുള്ള സീറ്റിൽ ഇരിക്കുകയായിരുന്ന ഒരു യാത്രക്കാരിയാണ് പോലീസിന് നിർണായക വിവരം കൈമാറിയത്. ഇന്നലെ രാവിലെ 9 മണിയോടെയാണ് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് ആസം സ്വദേശിയായ 13-കാരിയെ കാണാതാകുന്നത്. ഇന്നലെ വീട്ടുകാരോട് പിണങ്ങിയാണ് കുട്ടി വീട്ടിൽ നിന്ന് ആരും അറിയാതെ പോയത്. സഹോദരങ്ങളുമായി വഴക്കിട്ട കുട്ടിയെ അമ്മ ശാസിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയും അച്ഛനും ജോലിക്ക് പോയ സമയത്താണ് കുട്ടി വീട്ടിൽ നിന്നും പോയത്. അതേസമയം കുട്ടി മുൻപ് ഒരിക്കലും ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടില്ലെന്നും മകളെ ഉടൻ കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും പിതാവ് പറഞ്ഞു. വീടിന് പുറത്തേക്ക് ഒറ്റയ്ക്ക് പോകുന്ന പതിവില്ല. ആദ്യമായാണ് കുട്ടി ട്രെയിനിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെ എവിടേക്കും പോയിട്ടില്ല. അമ്മയോടൊപ്പം അല്ലാതെ കുട്ടി പുറത്തേക്ക് പോകാറില്ല എന്നും പിതാവ് പറയുന്നു. നേരിന്റെ വാർത്തകൾ അറിയാൻ സാക് ന്യൂസ് കാണുക. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.